എല്ലാ പ്രേക്ഷകരെയും സൗദി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മൈ നെയിം ഈസ് അനസ്. ചില ആളുകളെല്ലാം കടകളിൽ നിന്ന് സാധനം വാങ്ങിയതിന് ശേഷം പേ ചെയ്യാൻ വേണ്ടി പോസ് മെഷീൻ്റെ മുകളിൽ ഫോൺ വെക്കുന്നതായി നിങ്ങൾ പലരും കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഈ രീതിയിൽ ഫോൺ ഉപയോഗിച്ച് പേ ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് മദ പേ, ആപ്പിൾ പേ, റിയാദ് പേ പോലുള്ളവ. എന്നാൽ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ NFC സപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ബ്ലൂടൂത്ത്, വൈഫൈ പോലുള്ള ഒരു കണക്ടിവിറ്റി സർവീസ് തന്നെയാണ് NFC-യും. പലരും NFC-യെ വൈഫൈ എന്ന് തെറ്റിച്ച് പറയാറുണ്ട്. എന്നാൽ ഇതൊരിക്കലും ശരിയല്ല. വൈഫൈയുടെ ചിഹ്നമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. NFC-യുടെ ചിഹ്നം വൈഫൈയുടെ ചിഹ്നം ചെരിച്ചിട്ടതുപോലെയുമാണ്. നമ്മുടെ കയ്യിലുള്ള ബാങ്ക് കാർഡുകളിൽ NFC-യുടെ ഈ ചിഹ്നം നമുക്ക് കാണാവുന്നതാണ്. അതിനർത്ഥം നമുക്ക് ആ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാൻ വേണ്ടി പോസ് മെഷീൻ്റെ മുകളിൽ കാർഡ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മാത്രം മതി. ഇതേ രീതിയിൽ നമ്മുടെ ഫോണിനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് മദ പേ എന്നുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്പിൾ പേ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഞാൻ ഈ വീഡിയോയിൽ മദ പേ ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും മദ പേ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൽ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഫോണിൽ NFC സപ്പോർട്ട് ഇല്ല എന്നാണ്. ചെറിയ ഫോണുകളിലൊന്നും NFC ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. മദ പേ ആപ്ലിക്കേഷനിലേക്ക് സൗദി അറേബ്യയിലെ മിക്ക ബാങ്കുകളുടെയും കാർഡ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാലറ്റ് സർവീസുകളായ Stc പേയുടെയും അലിൻമ പേയുടെയും വിസ കാർഡും ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇൻജാസിൽ നിന്ന് ലഭിക്കുന്ന വിസ കാർഡും ആഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ റെമിറ്റൻസ് കാർഡുകളായ തഹ്വീൽ കാർഡും ക്വിക്ക് പേ കാർഡും ഫൗരി കാർഡും എനിക്ക് ആഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. സാലറി കാർഡുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി ചോദിക്കാം. വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ പുതുതായി വന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മദ പേ ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് നോക്കാം. മദ പേ, ആപ്പിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ NFC ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഫോണിൽ NFC ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം സാധാരണ വൈഫൈയും അതുപോലെ ബ്ലൂടൂത്തും എല്ലാം ഓണാക്കുന്ന സ്ഥലത്ത് NFC എന്ന് കാണാം. ഇത് സാംസങ് ഫോൺ ആയതുകൊണ്ട് നമുക്കിവിടെ NFC എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ NFC ഓണാവുന്നതായിരിക്കും. NFC ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മദ പേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഫോണിൽ NFC ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം പ്ലേ സ്റ്റോറിൽ കയറി മദ പേ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ മദ പേ എന്നുള്ള ആപ്ലിക്കേഷൻ കാണിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഫോണിൽ NFC ഇല്ല അല്ലെങ്കിൽ NFC സപ്പോർട്ട് ഇല്ല എന്നാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ചില ആക്സസ് എല്ലാം ചോദിക്കുന്നതായിരിക്കും. അതെല്ലാം അലോ ചെയ്യേണ്ടതുണ്ട്. ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട്. ഇതിൽ അലോ ഓൾ ദ ടൈം എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അല്പസമയം കാത്തു നിൽക്കേണ്ടതുണ്ട്. മദ സർവീസുമായി നമ്മുടെ ഫോൺ ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മദ പേയിലേക്ക് എങ്ങനെ കാർഡ് ആഡ് ചെയ്യുക എന്ന് കാണിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ കാണാവുന്നതാണ്. 3 നിലക്കാണ് നമുക്ക് കാർഡ് ആഡ് ചെയ്യാൻ സാധിക്കുക. ഒന്ന്, ക്യാമറയിൽ കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് കാർഡ് ആഡ് ചെയ്യാം. മറ്റൊന്ന് NFC ഉപയോഗിച്ച് കാർഡ് ആഡ് ചെയ്യാം. ഇങ്ങനെ കാർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡിൽ NFC സപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. NFC-യുടെ ചിഹ്നം മനസ്സിലാക്കി വെക്കുക. പലരും ഇതിനെ തെറ്റായി വൈഫൈ എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ പേര് NFC എന്നാണ്. വൈഫൈ ചെരിഞ്ഞു കിടക്കുന്ന തരത്തിലുള്ള ഒരു ഐക്കണാണ് NFC-യുടേത്. മറ്റൊരു രീതി മാനുവലായിട്ട് എൻ്റർ ചെയ്യുന്നതാണ്. കാർഡിൻ്റെ നമ്പർ മദ പേയിലേക്ക് മാനുവലായി എൻ്റർ ചെയ്ത് കാർഡ് ആഡ് ചെയ്യുന്ന രീതിയാണിത്. ഈ 3 രീതിയിലാണ് മദ പേയിലേക്ക് കാർഡ് ആഡ് ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മദ പേ ഉപയോഗിച്ച് ഷോപ്പുകൾ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്നിലധികം കാർഡുകൾ നാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ തമ്മിൽ എങ്ങനെ സ്വിച്ച് ചെയ്യാമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മദ പേ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുകയാണ്. നാം ഇതുവരെ കാർഡൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഒന്നും തന്നെ കാണിക്കാത്തത്.
പുതുതായി കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് യുവർ ഫസ്റ്റ് കാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 രീതിയിൽ കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഏറ്റവും മുകളിൽ കാണിക്കുന്ന ആനിമേഷൻ ഫോണിൻ്റെ പിറകിൽ NFC എനേബിൾ ആയ കാർഡ് കാണിച്ച് കാർഡ് ആഡ് ചെയ്യുന്നതാണ്. മറ്റൊന്ന് കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ളതാണ്. അതിനടുത്ത് ക്യാമറയുടെ ചിത്രം കാണാം. ഇത് കാർഡ് ഫോട്ടോ എടുത്ത് കാർഡ് ആഡ് ചെയ്യാനുള്ളതാണ്. ഞാൻ ആദ്യമായി Stc Payയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള കാർഡ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. അതിനായി Stc Pay നമുക്ക് നൽകിയിട്ടുള്ള കാർഡ് നമ്പർ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. Stc Pay ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാർഡ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കാർഡ് ഇൻഫോർമേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും CVV നമ്പറും എല്ലാം കാണാവുന്നതാണ്. കാർഡ് നമ്പർ എന്നുള്ള ഈ കോളത്തിൽ Stc Payയിലുള്ള കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നാം നൽകിയ നമ്പർ കറക്റ്റ് ആണെങ്കിൽ എക്സ്പയറി ഡേറ്റും CVV നമ്പറും ചോദിക്കുന്നതായിരിക്കും. എക്സ്പയറി ഡേറ്റിൽ Stc Payയിൽ കാണുന്നത് പോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ഇയറും കൊടുക്കുക. അടുത്ത ചോദ്യം CVV നമ്പറാണ്. ഇവിടെ CVV നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി കൊടുത്ത ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്പസമയം കഴിയുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വന്നതായി കാണാം. ഇത് അഗ്രി ചെയ്യാൻ വേണ്ടി ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. വീണ്ടും അല്പസമയം കാത്തു നിൽക്കേണ്ടതുണ്ട്. നാം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാർഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടി SMS വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ SMS എന്നുള്ളത് സെലക്ട് ചെയ്യാം. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നാം നൽകിയ കാർഡിൽ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP വരുന്നതായിരിക്കും. OTP ഇവിടെ എൻ്റർ ചെയ്യുക. കാർഡ് എൻ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി വെരിഫിക്കേഷൻ നടക്കുന്നതാണ്. ഉടൻ തന്നെ കാർഡ് വാസ് ആഡഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നതായി കാണാം. അതുപോലെ നമ്മുടെ ഫോണിലേക്ക് Stc Payയിൽ നിന്നും മെസ്സേജും വരുന്നതാണ്. ഇനി മറ്റേതെങ്കിലും കാർഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് യുവർ അതർ കാർഡ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡൺ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ Mada Payയിൽ Stc Payയുടെ കാർഡ് ആഡ് ആയിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് മറ്റു കാർഡുകളും ആഡ് ചെയ്യാം. അതിനായി വലത് ഭാഗത്ത് താഴെ കാണുന്ന ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ NFC എനേബിൾ ആയ കാർഡാണെങ്കിൽ കാർഡ് ഫോണിൻ്റെ പിറകിൽ കാണിച്ചാലും മതി. ഞാൻ എൻ്റെ കാർഡ് ഫോണിൻ്റെ പിറകിൽ കാണിക്കുകയാണ്. പിറകിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ കാർഡ് ആഡ് ആവുന്നതായിരിക്കും. ആ കാർഡിൽ എക്സ്പയറി ഡേറ്റും വന്നതായി കാണാം. ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നേരത്തെ നാം കണ്ടതുപോലെ തന്നെ ഇവിടെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാവുന്നതാണ്. അഗ്രി ചെയ്യുക. ശേഷം വെരിഫിക്കേഷന് വേണ്ടി SMS സെലക്ട് ചെയ്യാം. ഉടൻ തന്നെ നമുക്ക് SMS ആയി വെരിഫിക്കേഷൻ കോഡ് ലഭിക്കുന്നതാണ്. കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഈ കാർഡും ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിലാണ് കാർഡുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. ഇനി എങ്ങനെ Mada Pay ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് POS മെഷീനിൽ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളത് നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു POS മെഷീനാണ്. നമ്മൾ സാധനം വാങ്ങുമ്പോൾ കടക്കാരൻ POS മെഷീനിൽ നാം അടയ്ക്കേണ്ട തുക എൻ്റർ ചെയ്യുന്നതായിരിക്കും. തുക എൻ്റർ ചെയ്തതിന് ശേഷം OK ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള Mada Pay ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. Mada Pay ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം POS മെഷീൻ്റെ മുകളിൽ ഫോൺ കാണിക്കുക. ഉടൻ തന്നെ നാം സെറ്റ് ചെയ്ത കാർഡിൽ നിന്നും പണം പോകുന്നതായി കാണാം. ഈ രീതിയിലാണ് POS മെഷീനിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുക. ഞാനിപ്പോൾ പേ ചെയ്തിട്ടുള്ളത് അഹലി കാർഡിൽ നിന്നായിരുന്നു. ഇനി Stc Pay കാർഡിൽ നിന്ന് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ Stc Pay കാർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്നതിൽ സെറ്റ് ആസ് ഡിഫാൾട്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നാം നേരത്തെ പേ ചെയ്തതുപോലെ തന്നെ Mada Pay ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് POS മെഷീൻ്റെ മുകളിൽ കാണിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ Stc Payയിൽ നിന്നാണ് ഇപ്പോൾ പണം പോയിട്ടുള്ളത്. ഈ രീതിയിലാണ് Mada Pay ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് POS മെഷീനിൽ പേയ്മെൻറ്റ് നടത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. ചാനൽ പുതുതായി വന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.